എല്ലാ കൂട്ടുകാർക്കും കേരള സിലബസ് മാത്സ് കംപ്ലീറ്റ് ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിന്റെ 2ാം അധ്യായമായ പുതിയ സംഖ്യകൾ, അതിൽ നമ്മൾ കൂട്ടലും കുറയ്ക്കലും എന്ന പാഠഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ 10ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് എന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ √2, √3 എന്നീ രണ്ട് പുതിയ സംഖ്യകളെ പരിചയപ്പെട്ടു. അതായത് പുതിയ സംഖ്യാ വിഭാഗത്തിൽ വരുന്ന സംഖ്യകളാണ് √2ഉം √3ഉം. അവയെ നമുക്ക് ഭിന്നസംഖ്യയായി എഴുതാൻ പറ്റുകയില്ല. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? √2നും √3നും നമ്മൾ ഒരു ഏകദേശ വില കണ്ടുപിടിച്ചു. അത് ദശാംശ രൂപത്തിൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ സംഖ്യകളെ എങ്ങനെ കൂട്ടാം കുറയ്ക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ പഠന ലക്ഷ്യം എന്താണ്? നമ്മുടെ ആദ്യത്തെ പഠന ലക്ഷ്യം എന്ന് പറയുന്നത് സംഖ്യകളോ ഭിന്നസംഖ്യകളോ അല്ലാത്ത സംഖ്യകളുടെ തുകയും വ്യത്യാസവും കാണുക. ഓക്കെ, അതായത് നമ്മൾ √2, √3, പിന്നെ കുറച്ച് സംഖ്യകൾ നമ്മൾ പറഞ്ഞിരുന്നു, √5 എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ √2ന്റെയും √3ന്റെയും വിലയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. രണ്ടാമത് എന്താണ്? ഈ പുതിയ സംഖ്യകളും എണ്ണൽ സംഖ്യകളും ഭിന്നസംഖ്യകളും ഇടകലർന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് തുകയും വ്യത്യാസവും കാണാം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം പേജ് 26ലെ ചോദ്യമാണ്. ഓക്കെ, നമുക്കിവിടെ പരപ്പളവും ചുറ്റളവുമാണ് കാണാനുള്ളത്. നമുക്ക് പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇതാണ് പ്രവർത്തനം. ലംബവശങ്ങളുടെ നീളം 1 മീറ്റർ ആയ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? ചുറ്റളവോ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളം 1 ആണ്. അപ്പോൾ ആ ത്രികോണം എങ്ങനെയായിരിക്കുമെന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ ത്രികോണം. അതിൽ പാദവും ലംബവും ഓരോ മീറ്റർ ആണ്. നമുക്ക് മൂന്നാമത്തെ വശം അറിയില്ല. മൂന്നാമത്തെ വശം കൂടി അറിഞ്ഞാലല്ലേ നമുക്ക് ചുറ്റളവ് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, പക്ഷെ പരപ്പളവ് നമുക്ക് ഇത് രണ്ടും വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മൂന്നാമത്തെ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാം. ഇത് ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിലെ മൂന്നാമത്തെ വശം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർണമാണ്, വലിയ വശം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണത്തിന്റെ വർഗം പാദത്തിന്റെ വർഗത്തിനും ലംബത്തിന്റെ വർഗത്തിനും അവയുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് 1² + 1² 2 എന്ന് കിട്ടും. അപ്പൊ കർണം സ്ക്വയർ നമുക്ക് 2 ആണ്. ഇതിൽ നിന്നും കർണം എന്തായിരിക്കും? കർണം 2ന്റെ വർഗമൂലം സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പൊ കർണം നമുക്ക് എന്ത് കിട്ടി? √2 മീറ്റർ എന്ന് കിട്ടി. അതായത് നമ്മുടെ മൂന്നാമത്തെ വശത്തിന്റെ നീളം √2 മീറ്റർ ആണ്. ഇനി നിങ്ങൾ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ വേണ്ടി ഒരു ഫോർമുല മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്താണത്? അപ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താണ്? അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം എന്നാണല്ലോ. ഇതിൽ പാദത്തിനും ഉയരത്തിനും എത്രയാ കൊടുക്കേണ്ടത്? 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അര ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. അര ഇൻറ്റു 1 ഇൻറ്റു 1 അര ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ത്രികോണത്തിന്റെ പരപ്പളവ്
അര ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ 3 വശങ്ങളും കൂട്ടിയതാണല്ലോ. അപ്പോൾ കൂട്ടുമ്പോൾ എന്താണ് കിട്ടുന്നത്? 1 പ്ലസ് 1 പ്ലസ് √2. അപ്പോൾ ചുറ്റളവ് നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് √2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ √2ന്റെ വില നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. √2ന്റെ വില എന്താണ്? 1.4142 പിന്നെ എക്സെട്ര. അത് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും എന്ന് നോക്കൂ. 2 പ്ലസ് 1.41421 എക്സെട്ര. ഇത് കൂട്ടൂ. ഇത് കൂട്ടുന്ന സമയത്ത് 2ന് ദശാംശ സ്ഥാനങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് 2 1 കൂട്ടാം. അപ്പൊ 3.41421 എന്ന് കിട്ടും അല്ലേ? അത് എക്സെട്ര. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 3 ദശാംശ സ്ഥാനം മാത്രമായി എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? 3 ദശാംശ സ്ഥാനം എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3.414 എന്ന് കിട്ടും. അതെന്താണ്? ഏകദേശ വിലയാണ്, ഏകദേശ തുല്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ സമത്തിന് പകരം നമ്മുടെ സദൃശ്യം എന്ന് പറയുന്ന ചിഹ്നം ഉപയോഗിച്ചത്. അതായത് ഏകദേശ തുല്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുറ്റളവ് 3.414 ആയിരിക്കും ചതുരശ്ര മീറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ 3 ദശാംശത്തിനാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ 3 ദശാംശത്തിന് എഴുതുകയാണെങ്കിൽ നമുക്ക് മില്ലിമീറ്റർ വരെ കൃത്യമായ കണക്ക് കിട്ടും. കാരണം ഇത് 1000-ൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മില്ലിമീറ്റർ വരെ കൃത്യമായ അളവ് എന്ന് പറയുന്നത്. നമുക്ക് സെന്റിമീറ്റർ വരെ കൃത്യമായ അളവാണ് വേണ്ടതെങ്കിലോ? സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100-ാം സ്ഥാനം വരെയുള്ള നോക്കിയാൽ മതി. അതായത് ദശാംശം കഴിഞ്ഞ് 10-ാം സ്ഥാനം പിന്നെ 100-ാം സ്ഥാനം, അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് 2 ദശാംശം നോക്കിയാൽ സെന്റിമീറ്റർ വരെയുള്ളത് കിട്ടും. അപ്പോൾ സെന്റിമീറ്റർ വരെയുള്ളത് എന്തായിരിക്കും? നമുക്ക് ഇവിടെ ഉള്ളത് 3.41421 അങ്ങനെയുള്ളത്. അതിൽ ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനം എടുത്താൽ സെന്റിമീറ്റർ വരെ കൃത്യമായ അളവ് കിട്ടും. അപ്പോൾ അത് 3.41 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ പരപ്പളവ് അര ചതുരശ്ര മീറ്റർ ആണെന്ന് മനസ്സിലാക്കി. പിന്നെ ചുറ്റളവ് നമുക്ക് എന്ത് എഴുതാം? 2 പ്ലസ് √2 എന്ന് എഴുതാം. പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്തു? √2ന് ദശാംശ വില കൊടുത്തപ്പോൾ 3.41421 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ മില്ലിമീറ്റർ വരെ എഴുതുകയാണെങ്കിൽ ദശാംശം കഴിഞ്ഞ് 3 സ്ഥാനം മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഏകദേശ തുല്യം 3.414 എന്ന് എഴുതി. ഓക്കെ, നമുക്ക് സെന്റിമീറ്റർ വരെ വേണമെങ്കിലോ? സെന്റിമീറ്റർ വരെയുള്ള കണക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് 2 ദശാംശം മതി. അപ്പോൾ ഏകദേശ തുല്യം 3.41 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ? അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. ഇവിടെ നമുക്ക് നേരത്തെയുള്ള ത്രികോണം, ആ ത്രികോണത്തിന്റെ കർണം പാദമായി വരുന്ന രീതിയിൽ ഒരു മട്ട ത്രികോണം നിർമ്മിക്കുകയാണ്. അതിന്റെ ലംബം 1 വശമാണ്, 1 മീറ്റർ ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ പച്ച ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം എത്ര? ഇവിടെ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ്. അപ്പോൾ അത് കർണമായിരിക്കും. അപ്പൊ പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കർണത്തിന്റെ വർഗം എങ്ങനെ എഴുതാം? പാദത്തിന്റെ വർഗം പ്ലസ് ലംബത്തിന്റെ വർഗം. ഇവിടെ പാദം എത്രയാണ്? √2. അപ്പോൾ √2ന്റെ വർഗം പ്ലസ് 1ന്റെ വർഗം, 1² √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ആയിരിക്കും. 1ന്റെ വർഗം 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. കർണത്തിന്റെ വർഗം 3 ആണ്. അപ്പോൾ നമുക്ക് കർണം എത്രയാണ്? 3ന്റെ റൂട്ടാണ്. √3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പച്ച ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശം √3 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് ഈ പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാലോ? പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെ കിട്ടും? നമുക്ക് ഇവിടെയുള്ള 3 വശങ്ങളുടെയും നീളം കൂട്ടിയാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് എണ്ണൽ സംഖ്യയായ 1 എഴുതാം, പിന്നെ നമുക്ക് √2 എഴുതാം, പിന്നെ √3 എഴുതാം. അപ്പോൾ നമ്മുടെ പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര കിട്ടും? 1 + √2 + √3. ഇനി √3ന്റെയും √2ന്റെയും വില കൂട്ടുകാർക്ക് അറിയാമല്ലോ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + √2ന്റെ വില 1.4142 എക്സെട്രയാണ്. പ്ലസ് √3ന്റെ വിലയോ 1.73205 എക്സെട്രയാണ്. ഇതൊന്ന് കൂട്ടി നോക്കൂ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 3 ദശാംശം എടുക്കാം. 3 ദശാംശം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 3 ഭാഗം മാത്രം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1.30 ചേർക്കാം. പിന്നെ 1.414, പിന്നെ 1.732. അതൊന്ന് കൂട്ടൂ. 4ഉം 2ഉം 6, 3ഉം 1ഉം 4, 7ഉം 4ഉം 11, അതിൽ 1 ബാക്കി 1, 1 1 2, 2 1 3, 3 1 4. ഓക്കെ, ദശാംശം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 4.146 എന്നായിരിക്കും നമുക്ക് മില്ലിമീറ്റർ വരെ കൃത്യമായ ഉത്തരം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 4.146 മീറ്റർ എന്ന് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താണ് കൃത്യമായ വിലയല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഏകദേശ തുല്യം എന്ന ചിഹ്നം ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര കിട്ടി? നമുക്ക് 4.146 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ √2നെയും √3നെയും എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നാണ് ഇവിടെ പഠിച്ചത്. ഓക്കെ, പിന്നെ അതിനോട് കൂടി 1 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യയും കൂടി കൂട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ത്രികോണത്തിൽ നേരത്തെ കണ്ടുപിടിച്ചതാണ്, നീല ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? അതൊന്ന് പറയൂ. ഇതാണ് നീല ത്രികോണത്തിന്റെ ചുറ്റളവ്. എത്രയാണ്? 1 + 1 + √2, അതായത് 1 1 2, 2 + √2 മീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ദശാംശ രൂപത്തിൽ എഴുതുന്നില്ല.
അപ്പോൾ പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ് നമ്മൾ ഇപ്പോൾ പഠിച്ച സംഖ്യ വെച്ചാണ് എഴുതുന്നതെങ്കിൽ എന്തായിരിക്കും? 1+√2+√3 ആയിരിക്കും ഉത്തരം. അതുപോലെ നീല ത്രികോണത്തിന്റെ ചുറ്റളവ് ദശാംശത്തിൽ എഴുതുന്നില്ല എങ്കിൽ 2+√2 മീറ്റർ ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇനി ഇത് വെച്ചാണ് നമ്മൾ അടുത്തൊരു കാര്യം പറയാൻ പോകുന്നത്. എന്താണതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ ചോദ്യം. പച്ച ത്രികോണത്തിന്റെയും നീല ത്രികോണത്തിന്റെയും ചുറ്റളവുകളുടെ വ്യത്യാസം എത്ര? അപ്പൊ നമ്മൾ പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ് നേരത്തെ കണ്ടുവച്ചു. ദശാംശം വേണ്ട, ദശാംശം ഇല്ലാതെ ചെയ്യാം. പിന്നെ നമുക്ക് നീലയുടേതും കണ്ടുവച്ചു. അപ്പോൾ പച്ചയുടേത് എത്രയായിരുന്നു നമ്മുടെ ചുറ്റളവ്? 1+√2+√3 മീറ്റർ. ഈ നീല ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയായിരുന്നു? 2+√2 മീറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം പച്ച ത്രികോണത്തിന്റെയും നീല ത്രികോണത്തിന്റെയും ചുറ്റളവുകളുടെ വ്യത്യാസമാണ്. അപ്പൊ ഇതിൽ വലുത് ഏതായിരിക്കും? വലുത് പച്ച ത്രികോണമായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നീല ത്രികോണത്തിൻ്റെത് കുറയ്ക്കണം. അപ്പോൾ വ്യത്യാസം എഴുതാം. വ്യത്യാസം എന്താണ്? 1+√2+√3 മൈനസ് 2+√2. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോളൂ. ശരിയാണല്ലോ. ഇനി ഇതിൽ നമുക്ക് √2 നിന്നും √2 കുറയ്ക്കുന്നുണ്ട്. അപ്പൊ അതെന്താ? ക്യാൻസൽ ആയി പോവില്ലേ? അപ്പോൾ √2ഉം √2ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? 1+√3 മൈനസ് 2. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? √3 എഴുതുന്നു. എന്നിട്ട് 2ൽ നിന്നും 1 കുറച്ച് 2ന്റെ ചിഹ്നം -1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √3 മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ പച്ച ത്രികോണത്തിന്റെയും നീല ത്രികോണത്തിന്റെയും ചുറ്റളവുകളുടെ വ്യത്യാസം √3 മൈനസ് 1 മീറ്റർ ആയിരിക്കും. അതായത് √3 മൈനസ് 1 മീറ്റർ കൂടുതലായിരിക്കും ആര്? പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മാറ്റി എഴുതണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ √3ന്റെ വില 1.732005 എക്സെട്ര അതിൽ നിന്നും 1 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 കഴിഞ്ഞിട്ട് ദശാംശങ്ങൾ ഒന്നുമില്ല, അപ്പൊ 0ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1ൽ നിന്നും ഈ 1 കുറയ്ക്കാം. അപ്പൊ അത് 0 ആയിരിക്കും. മറ്റത് അതേപോലെ തന്നെ എടുത്തെഴുതാം. അപ്പൊ നമുക്ക് 0.732005 എക്സെട്ര. നമുക്കിനി 3 ദശാംശമായി എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? 0.732 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ പച്ച ത്രികോണം നീല ത്രികോണത്തെക്കാൾ 0.732 മീറ്റർ ചുറ്റളവ് കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനെ മില്ലിമീറ്റർ ആക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ദശാംശത്തിന് 3 സ്ഥാനം മുന്നോട്ട് നിൽക്കാം. അപ്പോ 2 വരെ പോണം. 2 കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 732 മില്ലിമീറ്റർ. ഓക്കെ, 3 ദശാംശത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മില്ലിമീറ്റർ ആവും. അപ്പോ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 732 മില്ലിമീറ്റർ എന്ന് കിട്ടും. 0.732 മീറ്റർ എന്ന് പറയുന്നത് 732 മില്ലിമീറ്റർ ആണല്ലോ. ഇനി 0.732 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ പറഞ്ഞാലോ? അപ്പൊ നമുക്ക് 2 ദശാംശം നീക്കിയാൽ മതി. അപ്പൊ നമുക്ക് 73.2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ,
ഇത് ക്ലിയർ ആയല്ലോ. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. നമുക്കിനി മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ. മൂന്നാമത്തെ പ്രവർത്തനത്തിൽ നമ്മൾ ഒരു ത്രികോണത്തിനെ കൂടി എന്തു ചെയ്യും? കൂട്ടിച്ചേർക്കും. നോക്കൂ, ഇവിടെ നമ്മൾ ഒരു ത്രികോണത്തിനെ കൂടി കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇത് നീല ത്രികോണത്തിന് 1 മീറ്റർ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ, ഇത് √2 മീറ്റർ, ഇവിടെ √3 മീറ്റർ, ഇത് 1 മീറ്റർ. നമുക്ക് എന്ത് വേണം? മൂന്നാമത്തെ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശം കാണണം. പുതിയ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം എത്രയായിരിക്കും? നോക്കൂ, നമ്മുടെ മൂന്നാമത്തെ ത്രികോണത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നതാണ്. അത് കർണമായിരിക്കും. അപ്പോൾ പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണത്തിന്റെ വർഗം സമം പാദത്തിന്റെ വർഗം പ്ലസ് ലംബത്തിന്റെ വർഗം. അപ്പോൾ പാദം √3, അതിന്റെ വർഗം പ്ലസ് ലംബം 1, 1ന്റെ വർഗം. √3ന്റെ വർഗം എത്രയാണ്? റൂട്ട് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടും. 1ന്റെ വർഗം 1 ആണ്. 3 1 കൂട്ടിയാൽ 4. അപ്പോൾ കർണത്തിന്റെ വർഗം 4 ആണ്. അപ്പോൾ കർണം എന്തായിരിക്കും? കർണം √4, അതായത് 2 മീറ്റർ. √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണവർഗമാണ്. അതുകൊണ്ട് നമുക്ക് 2 എന്ന് കിട്ടും. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് ഏതാണ്? മൂന്നാമത്തെ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശം 2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ്? പുതിയ ത്രികോണത്തിന്റെ ചുറ്റളവ്. അതെളുപ്പമല്ലേ? 1 പ്ലസ് 2 പ്ലസ് √3. അപ്പൊ എത്രയായിരിക്കും? 1 2 3. 3 പ്ലസ് √3 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ദശാംശം ആക്കുന്നില്ല. അവിടെ നിൽക്കട്ടെ. അപ്പോൾ പുതിയ ത്രികോണത്തിന്റെ ചുറ്റളവ് 3 പ്ലസ് √3 മീറ്റർ എന്ന് എഴുതാം. ഇനി ഈ പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നല്ലോ. അതെത്രയായിരുന്നു? 1 പ്ലസ് √2 പ്ലസ് √3. അതും നമ്മൾ എന്താണ്? ദശാംശത്തിലേക്ക് മാറ്റുന്നില്ല. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഈ ചുറ്റളവുകളുടെ വ്യത്യാസം എത്ര? അതായത് പുതിയ ത്രികോണത്തിന്റെ ചുറ്റളവ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവിനേക്കാൾ എത്ര കൂടുതലാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പുതിയ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 3 പ്ലസ് √3. അതിൽ നിന്നും രണ്ടാമത്തെ ത്രികോണം, അതായത് പച്ച ത്രികോണത്തിന്റെ ചുറ്റളവായ 1 പ്ലസ് √2 പ്ലസ് √3 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? നോക്കൂ, 3 പ്ലസ് √3 മൈനസ് 1 പ്ലസ് √2 പ്ലസ് √3. അപ്പൊ ഇവിടെ നോക്കൂ, √3 നിന്നും നമുക്ക് √3 കുറയ്ക്കണം. അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3 മൈനസ് 1 പ്ലസ് √2. അപ്പോൾ 3ൽ നിന്ന് 1 കുറയ്ക്കണമല്ലോ. അപ്പൊ നമുക്ക് 2 കിട്ടും. പിന്നെ മൈനസ് √2. അപ്പോൾ വ്യത്യാസം നമുക്ക് 2 മൈനസ് √2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ദശാംശത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? √2ന്റെ വിലയായ 1.41421 ആണ്. നമുക്ക് 3 ദശാംശം മതി. അതുകൊണ്ട് നമ്മൾ എക്സെട്ര ഇട്ട്. ഇനി 2ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? 1.414 കുറയ്ക്കുകയാണ്.
അപ്പോൾ കുറയ്ക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുക? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 2.30 ഇട്ടു 1.414 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? 10ൽ നിന്ന് 4 പോയാൽ 6. ഇവിടെ ഇനി 9. 9ൽ നിന്ന് 1 പോയാൽ 8. ഇവിടെ 9ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 5 ദശാംശം. ഇവിടെ ഇനി 1 ആണുള്ളത്. 1 1 പോയാൽ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വ്യത്യാസം 0.586 മീറ്റർ എന്ന് കിട്ടും. ഈ 0.586 മീറ്റർ എന്ന് കിട്ടി. ഇനി അത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2 ദശാംശത്തിലേക്ക് മുന്നോട്ടേക്ക് നീക്കിയാൽ മതി. അതായത് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 2 ദശാംശം മുന്നോട്ടേക്ക് നീക്കണം. അപ്പോൾ എന്താണ്? 8 കഴിഞ്ഞിട്ടായിരിക്കും ദശാംശം വരിക. അപ്പോൾ 58.6 സെന്റിമീറ്റർ. ഇതിനെ മില്ലിമീറ്റർ ആക്കുകയാണെങ്കിലോ? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അപ്പം നമുക്ക് ദശാംശം കഴിഞ്ഞ് 3 സ്ഥാനം നീക്കാം. അപ്പോൾ 6 കഴിഞ്ഞിട്ടായിരിക്കും ദശാംശം വരേണ്ടത്. 6 കഴിഞ്ഞ് ഇവിടെ എല്ലാം 0 ആണ്. അതുകൊണ്ട് നമുക്ക് 586 മില്ലിമീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാമല്ലോ. 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ സെന്റിമീറ്ററിൽ നിന്നും 1 ദശാംശം മുന്നോട്ട് നീക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 586. അപ്പോൾ 586 മില്ലിമീറ്റർ എന്നും ഇതിനെ എഴുതാം. ഓക്കെ. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നമ്മുടെ മൂന്നാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവിനേക്കാൾ 586 മില്ലിമീറ്റർ കൂടുതലാണ്. അല്ലെങ്കിൽ 58.6 സെന്റിമീറ്റർ കൂടുതലാണ്. അല്ലെങ്കിൽ 0.586 മീറ്റർ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? പുതിയ സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പുതിയ സംഖ്യകൾ മറ്റുള്ള സംഖ്യകളുമായി എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. നമുക്ക് ദശാംശം അല്ലാതെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ദശാംശം ഇല്ലാതെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഉദാഹരണം നോക്കൂ. ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് നമ്മൾ 3 + √3 മീറ്റർ അവിടെ നിർത്തി. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം ചുറ്റളവിന്റെ വ്യത്യാസം കാണാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യം നോക്കുന്നു. ചോദ്യത്തിൽ പുതിയ ത്രികോണം, അതായത് ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് മാത്രം കാണാനാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചുറ്റളവ് കാണുക, എന്നിട്ട് അതിനെ ദശാംശത്തിലേക്ക് മാറ്റാം. ഇനി അതല്ല, നമ്മുടെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ചുറ്റളവിന്റെ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവസാനത്തെ ഉത്തരത്തിൽ മാത്രം ദശാംശം ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സംഖ്യകളുടെ കുറയ്ക്കലും അതേപോലെ കൂട്ടലിനെയും പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ധാരണ, ഐഡിയ. ഓക്കെ. ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് 3 പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. ആദ്യം ഒരു ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശം കണ്ടുപിടിച്ച് അതിൻ്റെ പരപ്പളവും അതേപോലെ തന്നെ ചുറ്റളവും കണ്ടു. പിന്നെ ആ ത്രികോണത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് 2 ത്രികോണമാക്കി. അതിൻ്റെ പരപ്പളവ് കണ്ടു. പിന്നെ മൂന്നാമത് ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് മൂന്നാമത്തേതിൻ്റെ പരപ്പളവ് കണ്ടു. കൂടാതെ
നമ്മൾ രണ്ടാമത്തെ ത്രികോണവും ഒന്നാമത്തെ ത്രികോണവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ചുറ്റളവിൽ എന്നുള്ളത് കണ്ടുപിടിച്ചു. പിന്നെ മൂന്നാമത്തെ ത്രികോണവും രണ്ടാമത്തെ ത്രികോണവും ചുറ്റളവിൽ എത്ര വ്യത്യാസമുണ്ട് എന്നും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.